കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 6.5 കിലോമീറ്റർ ദൂരത്തിലും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് 150 മീറ്റർ അരികിലുമായി വിശാലമായ വില്ല കമ്മ്യൂണിറ്റിയിൽ ഇനി വിൽപ്പനക്കായി അവശേഷിക്കുന്ന അവസാന വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പള്ളിക്കരയിലാണ്. 4.750 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2150 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും 1 സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. നീളമേറിയ സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വിശാലമായ ഇന്റർലോക്ക് പാകിയ മുറ്റത്തേക്കാണ്. 2 കാറുകൾ ഒരേ സമയം പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്ന ഈ വീട്ടിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ച പ്രകാരം മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും 150 മീറ്ററും സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6.5 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 12 കിലോമീറ്ററുമാണ് വഴിദൂരം വരുന്നത്. ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. ഏകദേശം 30ഓളം വീടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ഏതാണ്ടിലധികം പേരും ഇൻഫോ പാർക്ക് എംപ്ലോയികൾ തന്നെയാണ് ഫാമിലിയായി താമസം ആരംഭിച്ചിരിക്കുന്നത്. നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷനിൽ നോൺ ഫ്ലഡ് ഏരിയയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മുൻഭാഗത്തായി ഗ്രാനൈറ്റിൽ തന്നെയുള്ള വലിയൊരു സിറ്റ് ഔട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള വീടിന്റെ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ്. 8ഓളം പേർക്ക് വരെയെങ്കിലും സുഖമായിരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യം ഈ ഭാഗത്ത് നമുക്ക് ലഭ്യവുമാണ്. ഭംഗിയാർന്നിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തായി ഒരു വാഷ് കൗണ്ടറും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ്. കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചൺ ഡബിൾ ആയിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളുമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. 14 അടി നീളത്തിലും 12 അടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും വലിയൊരു വാർഡ്രോബും നൽകപ്പെട്ടിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 14 അടി നീളത്തിലും 12 അടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ ബെഡ്റൂമിൽ കാണുവാനായി കഴിയും. ബാത്ത് അറ്റാച്ച്ഡ് ആയി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ്. ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകപ്പെട്ടിരിക്കുന്നത്. ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്ത് നൽകപ്പെട്ടിരിക്കുന്ന കൈവരികൾക്കായി ഭംഗിയാർന്നിട്ടുള്ള സ്ക്വയർ ട്യൂബും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്നുമാണ് വീടിന്റെ ഓപ്പൺ ടെറസിലേക്കുള്ള ഗോവണിയും നൽകപ്പെട്ടിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ 1ാമത്തേതും വീട്ടിലെ 3ാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം വിശാലമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡ്രോബ് തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ അവസാനത്തേതും 4ാമത്തേതുമായ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്കാണ്. വിശാലമായി തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. 14 അടി നീളവും 12 അടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡ്രോബ് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂമും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അവസാനമായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സ്റ്റഡി ഏരിയ റൂമിലേക്കാണ്. ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും മനോഹരമായി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ഭംഗിയാർന്നിട്ടുള്ള ബാൽക്കണി ഭാഗത്തേക്കുമാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം
പള്ളിക്കരയിൽ 4.25 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2150 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 85 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളുമാണ്. വീട് സ്വന്തമാക്കുന്നതിന് താങ്കൾക്ക് ബാങ്ക് ലോണിന്റെ ആവശ്യകതയുണ്ടെങ്കിൽ നമ്മൾ മുഖാന്തരം ബാങ്ക് ലോണും ഏർപ്പാടാക്കി നൽകുന്നതുമാണ്. കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ന്യായവിലയിൽ 4 BHK വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാനാകുന്ന ഈ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി മടങ്ങിയെത്തും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.